ശബരിമല സന്നിധാനം ശരണമന്ത്ര മുഖരിതം ഇന്നലെ ദർശനത്തിനെത്തിയത് 1,05,000 പേർ. ഈ സീസണിൽ ആദ്യമായിട്ടാണ് ലക്ഷം കടന്ന് അയ്യപ്പ ഭക്തർ എത്തുന്നത്. സന്നിധാനത്ത് നിന്നും അഖിൽ പാലോട്ട് മഠം ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അഖിൽ. സ്വാമി ശരണം. ലക്ഷം കടന്നിരിക്കുകയാണ് ഭക്തജനപ്രവാഹം. ഇനിയുള്ള 2 ദിവസവും അത്തരത്തിൽ തന്നെ ആയിരിക്കും. എന്താണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഏറ്റവും വലിയ ഈ സീസണിലെ ഏറ്റവും വലിയ സംഖ്യ തന്നെയാണ് രോഹിണി ഇന്നലെ ശബരിമല ദർശനത്തിനായി എത്തിയിട്ടുള്ളത്. അത് 1,05,000 പേരാണ് ഇന്നലെ ദർശനത്തിനായി ശബരിമലയിൽ എത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പുൽമേട് വഴി എത്തിയതും അല്ലെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയതും എല്ലാം ഇന്നലെ തന്നെയാണ് എന്നതാണ് നമുക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ഭക്തജന തിരക്ക്, ശരണമന്ത്രം മുഖരിതമായ സന്നിധാനം വലിയ ഭക്തജന തിരക്കിലേക്ക് തന്നെയാണ് പോകുന്നത്. നാളെയും മറ്റന്നാളുമായിട്ടാണ് മണ്ഡലപൂജയുടെ പര്യവസാനത്തിലേക്ക് പോകുന്നത്. നാളെ 25-ന് വൈകുന്നേരത്തോടു കൂടി ഉച്ചയോടുകൂടി തങ്കയങ്കി പമ്പയിലെത്തും. അവിടെ നിന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് സന്നിധാനത്തേക്ക് തങ്കയങ്കി എത്തുക. വൈകുന്നേരം 6:30 സന്ധ്യാദീപാരാധനയിലാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാൻ പോകുന്നത് പോലെ തന്നെ വലിയ ഭക്തജന തിരക്ക് സന്നിധാനത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് 18-ാം പടിക്കു താഴെ ആഴിക്കു സമീപം ഏറ്റവും ആദ്യത്തെ ക്യൂ ആണ്. അതായത് വലിയ നടപ്പന്തൽ കഴിഞ്ഞ് എത്തുന്ന ആ സ്ഥലത്തെ ഭക്തജന തിരക്കാണ് നമ്മൾ അവിടെ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവിടെ നിന്നും 18-ാം പടി കയറും. പിന്നെ ഫ്ലൈ ഓവറിലേക്കാണ് അയ്യപ്പ ഭക്തർ പോവുക. അങ്ങനെ ഫ്ലൈ ഓവറിലും ഇന്ന് രാവിലെ മുതൽ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഇന്നലെ രാത്രി ദർശനത്തിനെത്തിയ അയ്യപ്പ ഭക്തരായിരിക്കണം ഏറെക്കുറയും ഇന്ന് രാവിലെ ഈ ശബരിമല ദർശനത്തിന് വേണ്ടി എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കും സാമാന്യം ഭേദപ്പെട്ട രീതിയിലുള്ള ഒരു തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തരെത്തുന്നത്. കാരണം ഇന്നലെ മുതൽ കർപ്പൂരാഴി ആരംഭിച്ചിട്ടുണ്ട്. ആ കർപ്പൂരാഴിയിൽ ഇന്നലെ ദേവസ്വം ജീവനക്കാരുടെ കർപ്പൂരാഴിയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് പോലീസ് അയ്യപ്പന്മാരുടെ കർപ്പൂരാഴിയായിരിക്കും ശബരിമല സന്നിധിയിൽ ഉണ്ടാവുക. ആ കർപ്പൂരാഴിക്ക് ശേഷമാണ് നാളെ മുതൽ മണ്ഡലപൂജയിലേക്ക് ഉണ്ടാവുക. അവിടെ മണ്ഡലപൂജയ്ക്ക് ശേഷമുള്ള ദീപാരാധന തൊഴുക എന്ന് പറയുന്നതും വലിയ ഭക്തിസാന്ദ്രമാണ്, ഭക്തി സായുജ്യമാണ് ഒരു അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെയാണ് ഈ ഭക്തജന തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുട്ടി മാളികപ്പുറങ്ങളടക്കം അയ്യപ്പ സ്വാമിമാരടക്കം എല്ലാവരും ഇവിടെ എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ശബരിമല സന്നിധാനം ശരണമന്ത്രത്തോടുകൂടി ശരണമന്ത്രമുഖരിതമായി വലിയ ഭക്തജന തിരക്കിലേക്ക് തന്നെയാണ് പോകുന്നത്. മണ്ഡലപൂജയുടെ പര്യവസാനത്തിലേക്ക് കടക്കുന്നത് കൊണ്ട് തന്നെ ദേവസ്വം ബോർഡും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ നേരിയ നിയന്ത്രണങ്ങളിലേക്കും കടക്കുന്നുണ്ട്. നാളെ സ്പോട്ട് ബുക്കിങ്ങും അതുപോലെ തന്നെ വെർച്വൽ ക്യൂവും ഒക്കെ തന്നെ നിയന്ത്രിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ 25-ന് 5,000 പേർക്കും മണ്ഡലപൂജയുടെ ദിവസമായ 26-ാം തീയതി 6,000 പേർക്കുമാണ് ശബരിമലയിൽ ദർശനം നടത്താനുള്ള 60,000 പേർക്കുമാണ് ദർശനം നടത്താനുള്ള ഒരു ക്രമീകരണം ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ശബരിമല സന്നിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലകാലത്തിലെ മണ്ഡലപൂജയുടെ പര്യവസാനത്തേക്ക് എത്തുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രോഹിണി.